ഡൽഹിയിൽ കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധി സ്ഥാനം ഒഴിഞ്ഞ ശേഷം പ്രൊഫസർ കെ വി തോമസ് ഡൽഹിയിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ്. മാഷെ, ഈ പ്രത്യേക പ്രതിനിധി സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്, ഡൽഹിയിലെത്തുന്നു. അപ്പോൾ പല അഭ്യൂഹങ്ങളുണ്ട്. അങ്ങ് BL സന്തോഷുമായി കൂടിക്കാഴ്ച നടത്തുന്നു, അത്തരത്തിൽ ചില നീക്കങ്ങൾ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും സമൂഹ മാധ്യമ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാൻ ഡൽഹി വന്നിട്ട് അരനൂറ്റാണ്ട്, 84 മുതൽ MP, 80 മുതൽ ഇവിടെ INGUസിയുടെ ഓർഗനൈസ് സെക്രട്ടറി എന്ന നിലയിൽ അന്നത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോർഡിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ എല്ലാവരും കാണും. ഇപ്പോൾ എനിക്ക് പിന്നെ യെച്ചൂരിയുമായിട്ടുള്ള ബന്ധം അന്ന് തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ അദ്വാനിയായിട്ട് TVS ഷാണയിലൂടെയാണ് ഞാൻ അദ്വാനിയെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധം എല്ലാവരുമായിട്ടുണ്ട്. അങ്ങ് BJPയോട് വീണ്ടും അടുക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണവും ശക്തമായിട്ടുണ്ട്. എങ്ങനെയാണ് അതിനോട്? അല്ല, ഞാൻ എൻ്റെ നിലപാട് 2019 വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടു. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണ്. ഞാൻ കോൺഗ്രസ് വിട്ടൊന്നും കോൺഗ്രസ് ആശയങ്ങൾ വിട്ടോ കോൺഗ്രസ് വിട്ടു പോയില്ല. എന്നെ കോൺഗ്രസ്സിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ ഓർഗനൈസേഷൻ ഞാൻ പുറത്താണ്. അപ്പം ഞാൻ CPMൽ ചേർന്നില്ലല്ലോ, ഞാൻ ഗവൺമെൻറ്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്തത്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച യെച്ചൂരിയും MA ബേബിയും കൊടിയേരിയും പിന്നീട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞു, മാഷിൻ്റെ നിലപാട് വെച്ച് പോക്കോ. അതുകൊണ്ട് എനിക്ക് പാർട്ടി എല്ലാവർക്കും കൊടി കൊടുത്തതാണ് പാർട്ടി. അതുപോലെ BJP ഇന്ന് എനിക്ക് ചില പ്രപ്പോസൽസ് വന്നപ്പോൾ അവരിൽ നിന്ന് ബന്ധന അവരുടെ പാർട്ടി ചേർന്ന് ഞാൻ പറ്റത്തില്ല. മാഷെ, അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ടുകൾ വരുന്നത് അങ്ങ് തമിഴ്നാടിൻ്റെ പ്രത്യേക പ്രതിനിധിയായിരിക്കും, അല്ലെങ്കിൽ സമാനമായ ചുമതലയിലേക്ക് വന്നേക്കുമെന്നാണ്. അല്ല, ഇത് ഒഴിഞ്ഞതിന് ശേഷം എൻ്റെ പല സുഹൃത്തുക്കളും പല സ്ഥലത്തൊന്നും നമ്മുടെ നാട് മാഷിന് ഞങ്ങളുടെ സ്റ്റേറ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ, കാരണം ഞാൻ പലർക്കും വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ എൻ്റെ ചില സുഹൃത്തുക്കൾ, ഇത് ഒഫീഷ്യലാണോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ അടുത്ത് വിജയ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, എനിക്ക് വിജയായിട്ട് അങ്ങനെ നേരിട്ട് ബന്ധമില്ല. പക്ഷേ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ ചോദിച്ചു എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ, അത് വേറെ ചില സ്റ്റേറ്റുകൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രപ്പോസൽ അയച്ചു തരാം, പിന്നെ ആധികാരികമായിട്ട് വരട്ടെ. ആരെങ്കിലും വഴി പോകണവർ പറഞ്ഞാൽ നമുക്കത് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അനുകൂലമായൊരു സാഹചര്യമാണെങ്കിൽ അങ്ങനെ ഒരു പരിശോധന ഞാനൊരു തീരുമാനമെടുക്കും. പൊളിറ്റിക്കൽ എടുക്കുകയാണെങ്കിൽ ഞാൻ പിണറായി വിജയനോടും ബേബി സഹാബിനോടും ചോദിക്കും, കാരണം അവരാണ് എനിക്ക് തണലായിരുന്നത്. ആ പ്രൊട്ടക്ഷൻ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയും. അപ്പോൾ എന്ത് തീരുമാനം ഞാൻ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരോട് സംസാരിക്കും, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന്. അവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ ഏത് തീരുമാനത്തിനും പ്രാധാന്യം അറിയിക്കുന്നതാണ്. എന്തായാലും കേരളത്തിൻ്റെ ചുമതല ഒഴിഞ്ഞെങ്കിലും തമിഴ്നാടിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ചർച്ചകൾ മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ വന്നത് എന്നും, ഒപ്പം തന്നെ അനുകൂല സാഹചര്യമുണ്ടായാൽ അക്കാര്യം പരിഗണിക്കുമെന്നും, ഒപ്പം തന്നെ പിണറായി വിജയൻ്റെയും MA ബേബിയുടെയും അടക്കം അനുവാദത്തോടു കൂടിയായിരിക്കും തുടർന്ന് ചുമതല ഏറ്റെടുക്കുക എന്നുമാണ് പ്രൊഫസർ KV തോമസ് വ്യക്തമാക്കിയത്. ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.